ഹായ്, നമ്മൾ SAP ലെഡ്ജർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. മുമ്പ് നമ്മൾ കമ്പനി ക്രിയേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ലെഡ്ജർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഈസി ആക്സസിലെത്തിയതിനു ശേഷം നമ്മൾ ട്രാൻസാക്ഷൻ കോഡ് കൊടുക്കുക. ലെഡ്ജർ ഉണ്ടാക്കാനുള്ള ട്രാൻസാക്ഷൻ കീ FS00 ആണ്. എൻ്റർ അടിച്ചതിന് ശേഷം ഞാനിവിടെ ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേജ് എന്ന് പറയുന്ന ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. എക്സ്പെൻസിന് അണ്ടറിലാണ്. പിന്നെ എക്സ്പെൻസ് ഡ്രോപ്പ് ഡൗൺ കൊടുത്തതിന് ശേഷം നമ്മൾ എക്സ്പെൻസുകൾക്ക് ഞാൻ 3001 മുതൽ 4000 വരെയുള്ള നമ്പറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സാലറി ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിത് സെലക്ട് ചെയ്ത് കോപ്പി എടുത്ത് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ടൊന്ന് ക്രിയേറ്റ് കൊടുത്തിട്ട് കണ്ടിന്യൂഷൻ നമ്പർ കൊടുക്കാം. 3001 ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി 3002 യൂസ് ചെയ്യാം. നമ്മുടെ കമ്പനി കോഡ് സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ടൈപ്പ് ഡിസ്ക്രിപ്ഷൻ്റെ അവിടെ GL അക്കൗണ്ട് ടൈപ്പ് നമുക്ക് എന്ത് കൊടുക്കാം? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഓർ ഇൻകം എന്നുള്ളത് കൊടുക്കാം. അക്കൗണ്ട് ഗ്രൂപ്പ് ഇവിടെ എക്സ്പെൻസ് എന്ന് കൊടുക്കാം. ഷോർട്ട് ടെക്സ്റ്റ് വേജ് അക്കൗണ്ട്. ലോങ് ടെക്സ്റ്റും അതിനെ കോപ്പി എടുത്തിട്ട് Ctrl+C കൊടുത്തിട്ട് ഇവിടെ പേസ്റ്റ് കൊടുക്കാം. കൺട്രോൾ ഡാറ്റ GL അക്കൗണ്ട് ജനറൽ ലെഡ്ജർ ആയതുകൊണ്ട് ബാലൻസ് ഇൻ ലോക്കൽ കറൻസി ടിക്ക് ഇട്ട് കൊടുക്കുക. ലോക്കൽ കറൻസിയിലാണ് ബാലൻസ് കാണേണ്ടത്. സോ താഴെ സോഡ് കീ ഇവിടെ 001 ആണ്. പോസ്റ്റിംഗ് ഡേറ്റ് ആണ്. ദെൻ ക്രിയേറ്റ് /bank/ഇൻട്രസ്റ്റിൻ്റെ അവിടെ ജനറൽ ലെഡ്ജറിൻ്റെ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് G001 ആണ്. ഓക്കെ, ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? മേൽഭാഗത്ത് സേവ് ബട്ടൺ ഉണ്ട്, സേവ് കൊടുക്കുക. എന്തായിട്ടുണ്ട്? എൻ്റെ കമ്പനിയിൽ സാലറിക്ക് താഴെ വേജ് എന്ന് പറയുന്ന ലെഡ്ജറും കൂടി പോസ്റ്റ് ആയിട്ടുണ്ട്. സോ SAP S/4HANA FICO നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആണ്. ഇപ്പം ഒരു ഓഫർ നടക്കുന്നുണ്ട്. 50% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് SAP FICO S/4HANA FICO പഠിക്കാനുള്ള അവസരമുണ്ട്. പഠിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക.